Hello. Welcome to market discussion of the day. Today, October 20th, 2025. Monday ആണ്, പുതിയൊരു വീക്കാണ്. അതുമാത്രമല്ല ദീപാവലിയാണ്. സോ ഹാപ്പി ദീപാവലി ടു ഓൾ ഓഫ് യു. ആൻഡ് കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു മൺഡേ ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഫണ്ടമെൻ്റൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ടെക്നിക്കൽസിലോട്ട് പോവാം. ഓക്കെ, സോ അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച്, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പുതിയ ബാച്ച് ഈ ആഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി ഇന്ത്യൻ ടൈമിങ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഫുള്ളായിട്ട് എന്താ പറയുക ഒരു ട്രിപ്പിലായിരുന്നു. സോ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് വ്യാഴവും വെള്ളിയും എനിക്ക് മാർക്കറ്റ് ഡിസ്കഷൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഓക്കെ, പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവർക്കൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർക്കെല്ലാം ഞാൻ ഇന്ന് തന്നെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് ഇന്ന് ടോട്ടലി ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇന്ത്യയിൽ ഇന്ന് ദീപാവലിയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇന്ന് വേറെ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ല. ടെക്നിക്കൽ ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ദിവസം കൂടെയാണ് ഇന്ന്. ഓക്കെ, നാളെ നമുക്ക് ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട്. ഉച്ചയ്ക്ക് 12 മണി UK ടൈമിംഗ് 12 മണിക്കാണ് ലഗാർഡിൻ്റെ സ്പീച്ച് വരുന്നത്. നാളെയും നമുക്ക് ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാം. മറ്റന്നാളും ലഗാർഡിൻ്റെ സ്പീച്ച് 1:15 ലഗാർഡിൻ്റെ സ്പീച്ച് മാത്രമാണ്. ഇതെല്ലാം യൂറോനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് വേറെ ഇതിനകത്തൊന്നും ഗോൾഡിനെയൊന്നും പ്രത്യേകിച്ച് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അതേപോലെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ബുധനാഴ്ച വരുന്നുണ്ട്. 3:30 എല്ലാ ബുധനാഴ്ചയും വരുന്നത് പോലെ വ്യാഴാഴ്ച നമുക്ക് ടോട്ടലി ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും എക്സിസ്റ്റിംഗ് ഹോം സെയിൽസും മാത്രമാണ് ന്യൂസായിട്ട് വരുന്നത്. ഉച്ചയ്ക്ക് 1:30 മണിക്ക് ആണ് ഈ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. US ടൈമിങ്ങിന് ഉറപ്പായിട്ടും ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കും എന്നല്ലാതെ വലിയൊരു എന്താ പറയുക റേഞ്ച് വിട്ടു പോവുകയൊന്നുമില്ല. ഓക്കെ, ഫ്രൈഡേ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രൈഡേ CPIയുടെ ന്യൂസ്. ഓക്കെ, ഇപ്പോൾ ഈ ആഴ്ച എന്താണെന്ന് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. CPIയുടെ ദിവസം മാറി നിൽക്കണം, നമ്മൾ നേരത്തെ പറയുന്ന ദിവസമാണ്. സോ ഫ്രൈഡേ നമുക്ക് മാറി നിൽക്കണം. ഫ്രൈഡേ ഇന്ത്യൻ ടൈം നോക്കുകയാണെങ്കിൽ വൈകുന്നേരം 6 മണി വരെ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോകാൻ പറ്റുന്ന, ടെക്നിക്കൽ മാത്രം ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഫ്രൈഡേ തന്നെ 3 മണിക്ക് ന്യൂ ഹോം സെയിൽസിൻ്റെ ന്യൂസും വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു വോളറ്റാലിറ്റി ഉണ്ടാവും. സോ ഈ ഒരു ന്യൂസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്ത് പോകേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് കലണ്ടർ ബേസ് ചെയ്തിട്ടല്ലാതെ നമ്മളുടെ എക്കണോമിക് കലണ്ടർ, പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഒരുപാട് ന്യൂസുകൾ ഈ വീക്കെൻഡിലുണ്ട്. അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇസ്രായേൽ ഹമാസ് വാറിനെ സംബന്ധിക്കുന്ന ആ ഒരു സീസ് ഫയർ ചെറുതായിട്ടെങ്കിലും ബ്രേക്കായി എന്നുള്ളതാണ്. ഇസ്രായേൽ ഇന്നലെ ഞായറാഴ്ച പാലസ്തീൻ്റെ അല്ലെ ഗാസയിൽ പല സ്ഥലങ്ങളിൽ ബോംബാക്രമണം നടത്തി എന്നുള്ളൊരു കാര്യം കൂടെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു സീസ് ഫയർ ബ്രേക്കായോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ എന്നിരുന്നാലും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് വീക്കെൻഡിൽ എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകൾ. ഉറപ്പായിട്ടും US സെഷന് ഇന്ന് US സെഷനിൽ ഉറപ്പായിട്ടും മാർക്കറ്റിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു വോളറ്റാലിറ്റി നമുക്ക് കാണുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ബേസിക്കലി നമ്മളുടെ പുതിയ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഇന്ന് വേണമെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാം. രാത്രി ഇന്ത്യൻ ടൈമിങ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ഈ ഒരു ക്ലാസ് നടക്കുന്നത്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഉറപ്പായിട്ടും എന്താ പറയുക, പല ആൾക്കാരും ഓൾറെഡി എനിക്ക് നമ്പേഴ്സ് എല്ലാം തന്നിട്ടുണ്ട്. ഞാൻ അത് നിങ്ങളെ ആരും കോൺടാക്റ്റ് ചെയ്തിട്ടില്ലെന്നറിയാം. ചിലപ്പോൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടാകും കുറച്ച് പേർക്ക്. സോ ബാക്കിയുള്ള ആൾക്കാരെ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇല്ലാത്തത് കൊണ്ടിട്ട് തന്നെ ഇന്നലെ രാത്രിയാണ് ഞാൻ തിരിച്ചു വന്നത്. സോ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ എന്താ പറയുക ആ ഒരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറയുകയാണ്. അതെല്ലാം പെൻഡിങ്ങിൽ കിടക്കുകയാണ്. സോ ഇന്ന് രാവിലത്തോടെ ഞാനതെല്ലാം ക്ലിയർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPY തന്നെ വരാം. JPY
ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 150.53 എന്ന് പറയുന്ന റേഞ്ചിലാണ്. സോ ബേസിക്കലി 150 എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വ്യാഴാഴ്ച മാർക്കറ്റ് ഡിസ്കഷൻ ബുധനാഴ്ച വൈകുന്നേരം തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 150 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ആണ്. സോ പല ആൾക്കാരും ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയും മാർക്കറ്റ് പിന്നീട് അവിടെ തട്ടിയിട്ട് താഴോട്ട് പോവുകയും ചെയ്തു. പക്ഷേ നമുക്ക് മാർക്കറ്റ് താഴോട്ട് പോയപ്പോൾ എവിടെ വരെ പോയി മാർക്കറ്റ്? മാർക്കറ്റ് താഴോട്ട് പോയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 149.40. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടണം എന്ന് പറഞ്ഞത് 149.40 ആണ്. ഓക്കെ, അതിൻ്റെ താഴെ നിന്നാണ് ഞാൻ എടുത്ത് പറഞ്ഞത് അല്ലേ. സോ അതിൻ്റെ താഴെ ഇട്ടിട്ടുള്ള ഒരാൾക്ക് പോലും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ബേസിക്കലി 150 അടുത്ത് വീണ്ടും ഇന്ന് കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് ബൈ ചെയ്ത് JPY മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ JPYയിലെ ഓപ്പർച്യൂണിറ്റി. സ്റ്റോപ്പ് ലോസ് സെയിം തന്നെ 149.40 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോകുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ഇപ്പോൾ കറൻ്റ്ലി 1.16635 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. 1.1600 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ബൈ. ഏറ്റവും ബെറ്റർ ബൈ എന്ന് പറയുന്നത് 1.1500 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് കണ്ണും പൂട്ടി ബൈ എടുക്കണം. എല്ലാവരും ബൈ എടുക്കണം എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. മേജർ റെസിസ്റ്റൻസ് വന്നിട്ട് 1.1800 ആണ് നമ്മളുടെ യൂറോയുടെ കാര്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ. റെസിസ്റ്റൻസ് കഴിഞ്ഞ ആഴ്ച റെസിസ്റ്റ് ചെയ്ത് 1.17245. സോ അവിടെയൊക്കെ മൈനറായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാകും. പക്ഷേ മേജർ റെസിസ്റ്റൻസ് 1.1800 എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. 1.1600 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1540 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യണം. അത് നിർബന്ധമായിട്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP 1.34227 നിൽക്കുന്നു. വീണ്ടും 1.3400 അവിടെ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കഴിഞ്ഞ ആഴ്ച 1.33 എന്താ പറയുക 1.3300 അവിടെയൊക്കെ തിങ്കളാഴ്ച വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പോയിന്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. സോ അവിടെ വെച്ചിട്ടൊക്കെ ഞാൻ ബൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ വൻ പ്രോഫിറ്റാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 1.3240 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് ഒക്കെ ഭയങ്കര നല്ല ഒരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ്. സോ അവിടെയും 1.3300 അവിടെ ബൈ ചെയ്യാൻ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് 1.3240 ആണ്. 1.3248 വരെയൊക്കെ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടിട്ട് തന്നെ അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒന്നും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല എന്നുള്ളത് ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. സോ വീണ്ടും അവിടെ നിന്ന് തന്നെ വീണ്ടും അവിടെ 1.3400 അവിടെ കിട്ടിയാൽ പോലും നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം GBPയുടെ കാര്യത്തിനകത്ത്. ഓക്കെ, നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച മാർക്കറ്റ് ഒറ്റയടിക്ക് 3380 അവിടെ നിന്ന് കുറച്ച് ക്യാൻഡിൽസ് കൊണ്ടിട്ട് തന്നെ 3200 വരെ മാർക്കറ്റ് 3200 അല്ല 3180 അടുത്ത് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. സോ അത് വളരെ വലിയൊരു പോക്കായിരുന്നു പോയത്. പല ആൾക്കാരുടെയും ക്യാപിറ്റൽ അടിച്ചു പോയതായിട്ട് എനിക്ക് മനസ്സിലായി. ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നു. സോ ബേസിക്കലി നിങ്ങളൊരു പൊസിഷൻ എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്നില്ല? നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കതൊരു ഭയങ്കര റിസ്ക്കാണ്. നമ്മളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. സോ സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യുക ട്രേഡിങ്. ഓക്കെ, ഇല്ലാത്ത പക്ഷം നമുക്ക് പണി കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അതേപോലെ ടേക്ക് പ്രോഫിറ്റ് ഇട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി 3230 ഈ ഒരു പോയിന്റിൽ ഞാനും ചെറിയൊരു ബൈ എടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് 4200 വെച്ചിട്ടുള്ളത്. 4280 ഞാൻ ടേക്ക് പ്രോഫിറ്റും വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു പോയിന്റിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്കൊരു ബൈ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ഗോൾഡിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 3230 എൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ബൈ എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ ഇല്ലാത്ത പക്ഷം നമുക്ക് മാർക്കറ്റ് താഴെ വീണ് കിട്ടിയാൽ വീണ്ടും 4200 നേരത്തെ ഞാൻ പറഞ്ഞ 4230 നിന്ന് നമുക്ക് ബൈ എടുക്കാം. ഇല്ലാത്ത പക്ഷം 4200 അവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാമെന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ,
സോ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചോപ്രോസിട്ട് ട്രേഡ് ചെയ്യുക, ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ നിങ്ങൾ പുതിയ ബ്രോക്കർ വേറെ നാട്ടിൽ നിന്നൊക്കെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വേറെ ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ട്. പല ബ്രോക്കേഴ്സും അവർക്ക് പ്രോബ്ലംസ് ആയതുകൊണ്ടിട്ട് തന്നെ. ഓക്കെ, സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നത് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി, നമ്മളൊരു ബ്രോക്കർ നോക്കാൻ നേരത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ റെഗുലേഷൻസ് തന്നെയാണ്. ഓക്കെ, സോ റെഗുലേഷൻസിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് UK ബേസ് ചെയ്തിട്ടുള്ള SCയുടെ റെഗുലേഷൻ സ്റ്റാർ ട്രേഡറിനുണ്ട്. അതേപോലെ UAE ബേസ് ചെയ്തിട്ടുള്ള FCയുടെ റെഗുലേഷൻ, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASIC, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള CAയുടെ റെഗുലേഷൻ എല്ലാം ഉള്ളൊരു ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഇൻഷുർ ചെയ്യുന്നുമുണ്ട്. അത് വളരെ കുറച്ച് ബ്രോക്കേഴ്സ് മാത്രമാണ് ഇൻഷുർ ചെയ്യുന്നത്. ഇൻഷുറൻസ് നമുക്ക് ഓൾമോസ്റ്റ് $100,000 വരെ നമുക്ക് ഈ ഒരു ലോയ്ഡ്സ് ബാങ്ക്, UKയിലുള്ള നമ്പർ 1 ബാങ്കാണ്. അവർ നമുക്ക് എന്താ പറയുക, ഇൻഷുറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ടൈറ്റായിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ടുകൾ, അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. ഓക്കെ, വേണമെങ്കിൽ എടുത്തു പോകാം. നിങ്ങൾ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് എടുത്ത് പോവുകയും ചെയ്യാം. അതിൻ്റെ കൂടെ അവർ നല്ല രീതിയിലുള്ള ഡെപ്പോസിറ്റ് ബോണസും തരുന്നുണ്ട്. ഡെപ്പോസിറ്റ് ബോണസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ UK ക്ലയൻസിന് 100% ഫസ്റ്റ് ഡെപ്പോസിറ്റിൻ്റെ ബോണസും എന്താ പറയുക 20% സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഡെപ്പോസിറ്റിനും 20% ബോണസ് അവർ തരുന്നുണ്ട്. ഇന്ത്യൻ ക്ലയൻസിനാണെങ്കിൽ ഫസ്റ്റ് ഡെപ്പോസിറ്റിന് 50% ആണ് ഒരു ബോണസ് തരുന്നത്. $1,500 തരുന്നത്. സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന് എല്ലാം 20% ബോണസ് അവർ തരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്. വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണല്ലേ. നമുക്ക് നല്ല രീതിയിൽ ഒരു ക്യാപിറ്റൽ, അതായത് $1,000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് $1,300 $1,400 അടുപ്പിച്ച് നമുക്ക് ഇക്വിറ്റി കിട്ടുകയാണ്. അതിലൂടെ നമുക്ക് ട്രേഡ് ചെയ്ത് നല്ലൊരു എമൗണ്ട് ആക്കി എടുക്കുകയും ചെയ്യാം. അതിന് അവർ സഹായിക്കുന്നു ആക്ച്വലി. സോ ബേസിക്കലി ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു ലോട്ട് 0.02 0.03 ലോട്ട് എക്സ്ട്രാ എടുക്കാൻ പറ്റും എന്നുള്ളൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു കാര്യത്തിനകത്ത്. ഓക്കെ, ഈ ഒരു ബോണസിലൂടെ നമുക്കത് ചെയ്തെടുക്കാനും പറ്റും. സോ $10,000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് $12,250 ട്രേഡ് ചെയ്യാനായിട്ട് $2,500 നമുക്ക് ഇന്ത്യൻ ക്ലയൻസിന് കമ്പനി കൊടുക്കുന്നത്. ഓക്കെ, അത് വളരെ വളരെ നല്ലൊരു കാര്യം കൂടിയാണ്. ഓക്കെ, സോ നമ്മളുടെ ഈ ഒരു സ്റ്റാർ ട്രേഡറിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഓഫേഴ്സും ഞാൻ തരാനും പറ്റും. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മളുടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി വിളിച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്കിതൊക്കെ ചെയ്തു തരാൻ പറ്റുന്നത്. ആപ്പ് ത്രൂ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ റെഫറൻസ് കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനും പറ്റുമെന്ന് എടുത്ത് ഓർമ്മിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഉറപ്പായിട്ടും മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.